മോഡലിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യൽ എക്സ്പെൻസീവ് ആണോ? ഏറ്റവും മിനിമലായിട്ടുള്ള രീതിയിൽ ഞാൻ എങ്ങനെ മോഡലിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ അടുത്ത് ബ്രാൻഡഡ് ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് 3-4 സിമ്പിൾ കോമ്പിനേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് മോഡലിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ബിഗിനിങ്ങിൽ ഞാൻ യൂസ് ചെയ്ത 3 സിമ്പിൾ കളേഴ്സാണ് നേവി ബ്ലൂ, ബ്ലാക്ക് കളർ, വൈറ്റ് കളർ. ഇതേ സെയിം കളർ തന്നെ ട്രൗസർ ബ്ലാക്ക് കളർ, നേവി ബ്ലൂ, ഓഫ് വൈറ്റ് കളർ, പ്യുവർ വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് കളർ. ഈ 3 സെറ്റ് ഓഫ് ഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് മൾട്ടിപ്പിൾ കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള കോമ്പിനേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്ത ഒന്നും ബ്രാൻഡഡ് ഡ്രസ്സുകളല്ല, പക്ഷേ അത് വളരെ എനിക്ക് ഫിറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകളായിരുന്നു. എസ്പെഷ്യലി നമ്മളൊരു കാസ്റ്റിംഗ് ഏജൻസിയോ കാസ്റ്റിംഗ് ഏജൻറ്റിനെയോ കാണുന്ന സമയത്ത് അവർ ഡ്രസ്സിനേക്കാൾ കൂടുതൽ നമ്മളെയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഈ ഡ്രസ്സിൻ്റെ കോമ്പിനേഷൻസ് ആയിരുന്നു ഞാൻ കാസ്റ്റിംഗ് ഏജൻസിയോ അല്ലെങ്കിൽ ഒരു കാസ്റ്റിങ്ങിനോ പോകുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ചില കാസ്റ്റിങ്ങിന് പോകുന്നതിന് മുമ്പായിട്ട് അവർ നമ്മളോട് പറയും ഈ ഒരു സ്പെസിഫിക് കളർ ഡ്രസ്സായിരിക്കണം നിങ്ങൾ വെയർ ചെയ്യേണ്ടതെന്ന്. അത്തരത്തിലുള്ള സമയങ്ങളിൽ മേ ബി അത് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ വൈറ്റ് ആൻഡ് ബ്ലൂ ആയിരിക്കാം. മോസ്റ്റ്ലി ഈ ഒരു കളേഴ്സ് ആയിരിക്കും കാസ്റ്റിങ്ങിനും അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ എപ്പോഴും ഒരു ഫാഷനബിൾ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ആളുകൾ അപ്രോച്ച് ചെയ്യണമെന്ന്. പക്ഷേ നമ്മൾ അങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർ നമ്മളെ ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ ഡ്രസ്സായിരിക്കും, ഒരിക്കലും നമ്മളെ ആയിരിക്കില്ല അവർ ഫോക്കസ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ തോന്നിയേക്കാം, ഇതൊന്നും ഹൈലി ഫാഷനബിൾ ഡ്രസ്സല്ല, പക്ഷേ നിങ്ങളൊരു പ്രൊഫഷണലായിട്ട് മോഡലിങ്ങിനെ കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും കാസ്റ്റിങ്ങിന് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ മോഡലിംഗ് ഏജൻസിയുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ പോവുകയാണെങ്കിലോ അപ്പോഴെല്ലാം നിങ്ങൾ ഇത്തരത്തിലുള്ള വളരെ സിമ്പിളും മിനിമലായിട്ടുള്ള ഡ്രസ്സായിരിക്കണം വെയർ ചെയ്യേണ്ടത്. അവർ നമ്മുടെ അടുത്ത് ശ്രദ്ധിക്കുന്നതും നമ്മളുടെ ഹൈലി ഫാഷൻ ആയിട്ടുള്ള ഡ്രസ്സായിരിക്കില്ല, നമ്മളായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. ഹൈ ഫാഷൻ ഡ്രസ്സുകളേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട മറ്റ് 3-4 പോയിന്റുകളാണ് ഫിറ്റ്നസ്, ഗ്രൂമിങ്, കോൺഫിഡൻസ്, പോസിങ്. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ ഫാഷനും എക്സ്പെൻസീവും ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ ആവശ്യമില്ല മോഡലിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ. കൂടുതൽ മോഡലിംഗ് ടിപ്സുമായി വീണ്ടും കാണാം. സീ യു.